നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഷർമയിലാണ് പോകുന്നത്. ഞങ്ങളുടെ അക്കോമഡേഷനിൽ നിന്ന് ഷർമയിലേക്ക് പോകാൻ ഏകദേശം 30 മിനിറ്റത്തെ ഡ്രൈവ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ വണ്ടി എടുത്ത് ഷർമയിലേക്ക്. ആദ്യം ബർഗർ കഴിക്കാനുള്ള പോക്കാണ്. സൗദിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഷോപ്പ് അറിയാൻ പറ്റും, അൽബേഗ്. പക്ഷേ ഇതല്ല ഞങ്ങളുടെ സ്പോട്ട്. ഞങ്ങളുടെ സ്പോട്ട് എത്തി. അങ്ങനെ ഇതാണ് ബർഗർ ഷോപ്പ്, സീ കപ്പ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ബർഗർ കഴിക്കുന്ന ഷോപ്പാണ് ഇത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ. നമ്മളങ്ങനെ നമ്മുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ കൊടുത്ത് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോക്കൺ വിളിച്ചു. അങ്ങനെ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് 2 ബർഗറാണ്. ഒന്ന് ചിക്കൻ ഹണിയും ഒന്ന് ചിക്കൻ ക്രിസ്പിയും. രണ്ടും ചിക്കൻ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് ചിക്കൻ ഹണി. വീഡിയോ കാണുന്ന പോലെ നല്ല ജ്യൂസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ചിക്കൻ ക്രിസ്പി. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അതുകൂടാതെ ഇതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ബില്ല് എടുക്കാനുള്ള തർക്കമാണ് കേട്ടോ. നമ്മളൊന്നും അങ്ങോട്ട് അടുപ്പിക്കത്തേ ഇല്ല. അവർക്ക് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു കോഫി ഷോപ്പിലേക്ക്. കുറച്ചടുത്ത് തന്നെ കേട്ടോ ഈ ഷോപ്പുള്ളത്. ഇത് കോഫി ഷോപ്പ് മാത്രമല്ല, ഇവിടെ ശീശയും അവൈലബിൾ ആണ്. അകത്തെ ലൈറ്റിങ്ങും ആംബിയൻസും അടിപൊളിയായിട്ടുണ്ട്. ഒരു കോഫിയെ കുടിച്ച് ശീശയും വലിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. നമ്മൾ കോഫിയും ശീശയും ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി. ഒരു 10 മിനിറ്റ് എടുത്തോളൂ, അപ്പോഴേക്കും എല്ലാം റെഡിയായി. ഞാനൊരു ഐസ് കോഫിയും ഒരു ശീശയാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത മോക്ക. ഇവരൊക്കെയാണ് നമ്മുടെ ടീം. എല്ലാം നല്ല അടിപൊളി ആൾക്കാരാണ്. എല്ലാവരും ഒരേ വൈബിലുള്ളവർ. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്ത് കാണും. ഞാൻ പറഞ്ഞില്ല, നല്ല ആംബിയൻസ് ആണ് ഇവിടെ. സമയം പോകുന്നത് അറിയത്തില്ല. ഒരു 7-8 ശീശയെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത് കാണും. ആ കൂട്ടത്തിൽ ഞാനും വാങ്ങിയൊരെണ്ണം. വെറുതെ ഞാനും ഒന്ന് വലിച്ചു നോക്കി ശീശ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ശീശ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഡബിൾ ആപ്പിൾ ആയിരുന്നു ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം മിണ്ടിയും പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 11:30 കഴിഞ്ഞ് കാണും. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. ഒരുപാട് ചിരിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നേരെ ക്യാമ്പിലേക്ക് പോയി.